നമസ്കാരം പ്രിയമുള്ളവരെ, തെറ്റിദ്ധാരണ മാറ്റുവാൻ മുസ്ലിം ഭവനങ്ങളിൽ ബി.ജെ.പി. ഭവന സന്ദർശനം നടത്തുമെന്നൊരു വാർത്ത ഇന്നലെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പുറത്തുവിടുകയുണ്ടായി. ഇനി ആ സംഘത്തിൽ, ഈ തെറ്റിദ്ധാരണ മാറ്റുവാൻ വരുന്ന സംഘത്തിൽ ശശികല ടീച്ചറും പി.സി. ജോർജും ആർ.വി. ബാബുവും ഒക്കെ ഉണ്ടായിരിക്കുമോ എന്നൊരു സംശയം മാത്രമേ മുസ്ലിം സമുദായത്തിലുള്ളൂ. ഒരുപക്ഷെ ഈ ക്രൈസ്തവ വീടുകളിൽ നേരത്തെ സന്ദർശനം നടത്തിയതുപോലെ ആർ.എസ്.എസ്. ബി.ജെ.പി. നേതാക്കൾ സന്ദർശനം നടത്തിയപ്പോൾ കയ്യിൽ കേക്ക് കരുതിയെന്നതുപോലെ ഇനി വല്ല ബീഫിന്റെ പൊതിയും തങ്ങൾക്ക് ഈ ഭവന സന്ദർശന വേളയിൽ ബി.ജെ.പി. നേതാക്കന്മാർ തരുമോ എന്ന വലിയ പ്രതീക്ഷയിലുമാണ് മുസ്ലിം സമുദായം. എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ആകെ വെട്ടിലാകിയിരിക്കുന്നത് കാസക്കാരാണ്. കാരണം വളരെ നല്ല സൗഹൃദത്തിൽ കഴിഞ്ഞു നിന്ന മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങളെ ഈ ബി.ജെ.പിയും ആർ.എസ്.എസും തമ്മിൽ പറഞ്ഞാണ് തെറ്റിച്ചത്. ഈ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ തങ്ങളുടെ പെൺമക്കളെയൊക്കെയും ലവ് ജിഹാദ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞ് കാസക്കാരെ ആകെ വഴിതെറ്റിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ ബി.ജെ.പി. തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ വീടുകൾ സന്ദർശിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ കാസക്കാർ ആകെ വെട്ടിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. മറ്റൊന്ന്, നേരത്തെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയത് ഈ ക്രൈസ്തവ സമുദായക്കാരാണ്. പ്രത്യേകിച്ചും പാസ്റ്റർമാരെ ഒഴിച്ചിട്ട് തല്ലുക, എവിടെയെങ്കിലും കുരിശ് നാട്ടിയിട്ടുണ്ടെങ്കിൽ അത് എടുത്തെറിയുക ഒക്കെ ഇവരുടെ ഒരു കലാവിരുതായിരുന്നു. എങ്കിലും ഒരു വിഭാഗം ക്രൈസ്തവരെ ഇപ്പോൾ ബി.ജെ.പിക്ക് ഒപ്പം നിർത്തുന്നതിൽ ബി.ജെ.പി. വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. നമ്മൾ ഈ ഭവന സന്ദർശനത്തിന്റെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉത്തരേന്ത്യയിൽ ആകമാനം ബി.ജെ.പി. ആടി ഉലഞ്ഞു നിൽക്കുകയാണ്. ഹരിയാനയിൽ വോട്ടുചോരിയിലൂടെയാണ് ബി.ജെ.പി. വിജയിച്ചതെന്ന് എന്ന യാഥാർത്ഥ്യം ജനങ്ങളെ ബോധിപ്പിക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും അങ്ങനെ തന്നെയാണ് ബി.ജെ.പി. വിജയിച്ചത് എന്ന ഒരു യാഥാർത്ഥ്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു വരികയാണ്. വലിയ രീതിയിൽ ന്യൂ ജനറേഷൻ ആളുകൾ രാഹുൽ ഗാന്ധിയിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. അയാളാണ് രാജ്യത്തിൻ്റെ ഭാവി പ്രധാനമന്ത്രി ആകേണ്ടത് എന്നൊരു ധാരണ ഈ തീവ്ര ഹൈന്ദവത തലയിൽ പിടിച്ചിട്ടില്ലാത്ത സാധാരണക്കാരായ എഴുത്തും വായനയും ഒക്കെ അറിയാവുന്ന ന്യൂജൻ പിള്ളേരുടെ ഇടയിൽ രൂഢമൂലമായിട്ടുണ്ട് എന്ന് തന്നെയാണ് സർവേകളൊക്കെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന വലിയ പിന്തുണ, രാഹുൽ ഗാന്ധി കിട്ടുന്ന വലിയ പിന്തുണ അടുത്ത ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി ബി.ജെ.പിയെ തോൽപ്പിച്ച് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബി.ജെ.പി. പുതിയ നമ്പറുകളുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. നമ്മൾ ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. മുസ്ലിം സമുദായത്തിൽ നിന്ന് കുറച്ചധികം ചെറുപ്പക്കാർ ഇപ്പോൾ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആർ.എസ്.എസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബി.ജെ.പിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു പക്ഷേ ഈ ഷറഫുനിസ കാറോളി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ KSUവിൻ്റെ ഒക്കെ ഒരു തീപ്പൊരി നേതാവുണ്ട്. അവരുടെ ഭർത്താവ് അബ്ദുള്ള പൂവാടൻ എന്നാണ് അയാളുടെ പേരെന്ന് തോന്നുന്നു. അബ്ദുള്ള പൂവാടൻ അയാൾ കോൺഗ്രസ്സുകാരനായിരുന്നു, നേരത്തെ മുസ്ലിം ലീഗുകാരനായിരുന്നു, പിന്നെ കോൺഗ്രസ്സുകാരനായി. അയാളുടെ ഫേസ്ബുക്ക് പേജും സോഷ്യൽ മീഡിയ പേജുകളും ഒക്കെ എടുത്തു നോക്കിയാൽ വലിയ രീതിയിൽ ബി.ജെ.പിയെയും ആർ.എസ്.എസിനെയും നരേന്ദ്രമോദിയും ഒക്കെ പ്രകീർത്തിക്കുന്നത് കാണാം. ഈ അടുത്ത ദിവസം ലോകകപ്പ് വനിതാ ഫുട്ബോൾ നേടിയ ഇന്ത്യൻ ടീമിനെ നരേന്ദ്രമോദി വിളിച്ച് വിരുന്ന് കൊടുത്തതിനെയൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ പ്രകീർത്തിക്കുന്ന അബ്ദുള്ള പൂവക്കാടൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ കാണാം. അതുപോലെ കുറച്ചധികം മുസ്ലിം ചെറുപ്പക്കാർ ഇപ്പോൾ ഈ നരേന്ദ്രമോദിയുടെയും ഒപ്പം ആർ.എസ്.എസിൻ്റെയും ബി.ജെ.പിയുടെയും ഒക്കെ ഒരു പ്രൊമോട്ടർമാരായി സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. നേരത്തെ ഉണ്ടായിരുന്ന ആരിഫ് ഹുസൈനെയും ജാമിദയെയും പോലെയുള്ള ആളുകളല്ല, കുറച്ചധികം ആളുകൾ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു ഫാനായി ഫേസ്ബുക്ക് പേജിൽ വർക്ക് ചെയ്യുന്നത് കാണാം. ഇതൊരു വലിയ ഫണ്ടിങ് ആണ്. അവർക്ക് വേണ്ടി ബി.ജെ.പി. വലിയ രീതിയിൽ ഫണ്ട് ഒഴുക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിൽ ബി.ജെ.പിക്ക് പ്രതികൂലമായ ഒരവസ്ഥയാണുള്ളത്. ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ തിരഞ്ഞെടുപ്പ് അത് ബി.ജെ.പിക്ക് അനുകൂലമല്ലായിരുന്നു, അത് അട്ടിമറിയായിരുന്നു എന്ന രീതിയിൽ ചർച്ചകൾ ഉയരുകയാണ്. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ ന്യൂ ജനറേഷൻ അണിനിരക്കുകയാണ്. അപ്പോൾ ഈ മുസ്ലിം ചെറുപ്പക്കാരെ ഇത്തരം സോഷ്യൽ മീഡിയ പേജുകളിൽ കൂടി ബി.ജെ.പി. റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സാധാരണ സെക്കുലറായ ഹിന്ദുക്കളെ ബോധിപ്പിക്കുക. കാരണം മുസ്ലിം സമുദായത്തിൽ നിന്ന് പോലും നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കും ആർ.എസ്.എസിനും വലിയ സപ്പോർട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കെന്തുകൊണ്ട് നരേന്ദ്രമോദിയും ആർ.എസ്.എസിനെയും ബി.ജെ.പിയെയും സപ്പോർട്ട് ചെയ്തുകൂടാ എന്നൊരു തോന്നൽ സെക്കുലറിസം, മതേതരത്വം വെച്ച് പുലർത്തുന്ന ഹിന്ദുക്കളുടെ ഇടയിൽ ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചെറുപ്പക്കാരന്മാരെയൊക്കെയും
സോഷ്യൽ മീഡിയയിൽ മുസ്ലിം ചെറുപ്പക്കാരന്മാരെ ഒക്കെയും നരേന്ദ്രമോദിയുടെ സ്തുതിപാഠകരായി സോഷ്യൽ മീഡിയയിൽ നിയോഗിച്ചിട്ടുള്ളത്. അവർക്ക് വലിയ ഫണ്ട് വരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ പറഞ്ഞ അബ്ദുള്ള പോക്കാടിൻ്റെ കാര്യം ഒരു ഉദാഹരണം. അതുപോലെ ഒരുപാട് സോഷ്യൽ മീഡിയ പേജുകൾ നിങ്ങൾക്കിപ്പോൾ കാണുവാൻ കഴിയും. അതിൻ്റെ രണ്ടാമത്തെ ഒരു ഘട്ടമാണ് ഈ മുസ്ലിം വീടുകളിലെ സന്ദർശനം എന്ന കാര്യത്തിലും സംശയമില്ല. കാരണം ഇങ്ങനെ സന്ദർശനം നടത്തുന്ന സമയത്ത് ഏതെങ്കിലും പൊട്ടും പടലുകളെയും ഒക്കെ നമ്മൾ BJPക്ക് കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഈ അബ്ദുള്ള കുട്ടിയെ കിട്ടിയതുപോലെ ഒക്കെ കുറച്ച് ആളുകളെയൊക്കെ കിട്ടും. അവരെ പ്രൊമോട്ട് ചെയ്ത് മുന്നിൽ നിർത്തും BJP. എന്നിട്ട് പറയും മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ നിന്ന് നരേന്ദ്രമോദിക്ക് അനുകൂലമായി അല്ലെങ്കിൽ RSSന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് നരേന്ദ്രമോദിക്കൊപ്പം RSSനൊപ്പം നിന്നുകൂടാ എന്ന ഒരു ചോദ്യം സെക്കുലർ ഹൈന്ദവ മനസ്സുകളിലേക്ക് ഇടുവാൻ BJPക്ക് കഴിയും. നരേന്ദ്രമോദി വലിയ വികസനം കൊണ്ടുവന്ന ആളാണ് എന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പേജുകളൊക്കെ മുസ്ലിം സമുദായത്തിലെ ആളുകളെ കൊണ്ട് തന്നെയാണ് അവർ ഇടിയിക്കുകയൊക്കെ ചെയ്തത്. അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു RSS അജണ്ടയുണ്ട്, അതിന് പിന്നിൽ ഫണ്ടിങ് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾക്ക് RSSൻ്റെ ഒരു സംഘടനാ സംവിധാനം അറിയാം. അവരൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏതു വഴിയിൽ കൂടിയും അവർ നേടിയെടുക്കും. കേരളത്തിൽ അവർക്കൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് മുസ്ലിം വീടുകളിലെ ഭവന സന്ദർശനം എന്ന കാര്യത്തിൽ സംശയമില്ല. ഏകദേശം ക്രൈസ്തവ വിഭാഗത്തിൽ ചെറിയൊരു വിഭാഗത്തെയെങ്കിലും അവർക്കിപ്പോൾ കൂടെ നിർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കാസ പോലുള്ള സംഘടനകളിലൂടെ, ചില മതപുരോഹിതന്മാരിലൂടെ. മുസ്ലിം സമുദായത്തിലേക്കും അവരുടെ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ അബ്ദുൽ വഹാബോ എന്ന് പറയുന്ന പഴയ VCയെ പോലെ, അതുപോലെ നമ്മുടെ അബ്ദുള്ള കുട്ടിയെ പോലെ കുറച്ചു പേരെ അവർക്കും കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം ഈ സമുദായങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. BJP RSS എവിടെയൊക്കെ കടന്നു കയറിയിട്ടുണ്ടോ, എവിടെയൊക്കെ അവർക്ക് സ്ഥലം നൽകിയിട്ടുണ്ടോ, അവിടെയൊക്കെ അവർ ആ സ്ഥലം നൽകിയ ആളുകളെ, നമ്മളൊക്കെ പറയാറുള്ളത് പോലെ ഒട്ടകത്തിനിടം കൊടുത്താൽ ഒട്ടകം ആ സ്ഥലം ഫുൾ കരസ്ഥമാക്കുന്നത് പോലെ ഉള്ള സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. മണിപ്പൂരിൽ അവരെ വിശ്വസിച്ച ക്രൈസ്തവ സമുദായത്തിന് വലിയ തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല രാഷ്ട്രീയപരമായി എടുത്തു നോക്കിയാൽ പോലും BJPക്ക് ഒട്ടും രാഷ്ട്രീയ സ്പേസ് ഇല്ലാതിരുന്ന മഹാരാഷ്ട്രയിൽ BJPയെ ഒപ്പം കൂട്ടിയ ശിവസേനയെ അവസാനം പലതായി പിളർത്തി ശിവസേനയെ വിഴുങ്ങി BJP ഇപ്പോൾ ശിവസേനയുടെ ആളെ മുഖ്യമന്ത്രി പോലും ആക്കാതെ ഉപമുഖ്യമന്ത്രിയായി BJP ആ സംസ്ഥാനം ഭരിക്കുന്നു. ആസാം ഗണപരിഷത്തായിരുന്നു ഏറ്റവും വലിയ പാർട്ടി. BJP അവരുടെ ഘടകകക്ഷിയായി കൂടി. ഇപ്പോൾ ആസാം ഗണപരിഷത്ത് അസ്സാമിലില്ല. ബീഹാറിലേക്ക് വരികയാണെങ്കിൽ നിതീഷ് കുമാറിൻ്റെ കൂടെ ആയിരുന്നു അവർ. ഇപ്പോൾ നിതീഷ് കുമാറിനെ ഏകദേശം ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. നിതീഷ് കുമാർ ഈ ഇലക്ഷനിൽ NDA അധികാരത്തിൽ വന്നാലും മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. അതായത് BJPക്കും RSSനും അവിടെയൊക്കെ ഇടം കൊടുക്കുന്നുവോ അവിടെയൊക്കെ ഇടം കൊടുത്ത ആളുകൾക്ക് വലിയ വിഘാതങ്ങൾ വരുത്തിയിട്ടുണ്ട്. മണിപ്പൂർ തന്നെ ഉദാഹരണം, ബീഹാർ തന്നെ, മഹാരാഷ്ട്ര തന്നെ ഉദാഹരണം. അതുകൊണ്ട് ഈ വീടുകളിലേക്ക് ഇനി കടന്നു വരുന്ന BJP RSS പ്രവർത്തകരെ വളരെ കരുതലോടുകൂടി തന്നെ എല്ലാ സമുദായങ്ങളും വീക്ഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ബീഫ് ഒക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് കറി വയ്ക്കുക. അതിനപ്പുറം രാഷ്ട്രീയമായി അവർക്ക് ഒപ്പം ചിന്തിക്കാതിരിക്കുക, മതേതര ഇന്ത്യക്കൊപ്പം ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങാൻ. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.